ലഞ്ച് ടൈം ഹായ്. അപ്പൊ അതെ ഞാനിന്ന് കൂൺ തോരൻ വെക്കാൻ പോകണം കേട്ടോ. കൂൺ തോരൻ വറുത്തരച്ചതും ഒന്നും വെക്കാനുള്ള സമയം. ഇപ്പൊ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളത്ര ഇടാം. ഉള്ളി അരിഞ്ഞിട്ടില്ല. നമ്മുടെ കൂണൊക്കെ കഴുകി മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എടുക്കണതാണ് നല്ലത്. ഇത് കുറച്ച് കൂടുതലാണ്. ഉള്ളി ഇടണം. അരിയാൻ മറന്നുപോയി. അരിഞ്ഞു വെച്ചിട്ട് വേണം പാചകം ചെയ്ത് തുടങ്ങാൻ. അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്തിരിക്കുന്ന സംഭവം കരിഞ്ഞു പോകും. ഓക്കേ, പിന്നെ ഇതായത് വലിയ കഷ്ണമായിട്ട് മുറിച്ചിടുക. അരിയാനുള്ള ടൈം നെയ്യുമില്ല, അരിയാനുള്ള സമയമില്ല. ഞാൻ സ്പൂൺ തിളക്കുന്നതിന് മുമ്പേ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുവാണേ ഇതിലോട്ട്. എന്താണെന്ന് വെച്ചാൽ സ്പൂണിൽ പറ്റുമല്ലോ. ഇളക്കി കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയൊക്കെ സ്പൂൺ പറ്റി കഴിഞ്ഞാൽ പിന്നെ വേറെ സ്പൂൺ എടുക്കാൻ പോകേണ്ടി വരും. ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പി, ഫാസ്റ്റ് റെസിപ്പി. കൂണ് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. തേങ്ങ ചതച്ചിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം. ഈ മിക്സി കഴുകാൻ മടിയാണ്, അതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ട് ചതക്കത്തില്ല. ഈ മിക്സിയും കൂടെ കഴുകാനൊന്നും പറ്റിയായിരുന്നു, മടുപ്പാ. എനിക്ക് എന്നാന്ന് അറിയത്തില്ല, ഈ പാത്രം കഴുകുന്ന പരിപാടിയേ ഇഷ്ടമല്ല. അതിന് ഞാനിവിടെ വേറെ ആളെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പാത്രം കഴുകുമ്പോൾ ലിക്വിഡ് പറ്റത്തില്ല, അതുകൊണ്ടാണേ. അല്ലെങ്കിൽ ഞാൻ തന്നെ കഴുകും. എനിക്കങ്ങനെ പാത്രം സിങ്കിലിട്ടേക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതെ ഇത് റെഡി ആയിട്ടുണ്ട്. മൂടി വെച്ച് വേവിച്ചെടുക്കാം. പണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. എടുത്തിട്ട് വരാം. ഇതാ കറിവേപ്പില എടുത്തിട്ട് വന്നിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ മത്തങ്ങ ചാറ് വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മുട്ടയും കൂടെ വറക്കണം. അത്രേ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞു. മത്തങ്ങ ചാറ്, കൂണ് തോരൻ, ഒരു മുട്ട വറുത്തത്. നോൺ വെജ് ഇല്ലെങ്കിൽ മുട്ടയെങ്കിലും വറക്കണം. നോൺ വെജിന് പകരമാണ് കേട്ടോ നമ്മൾ കൂണ് വെക്കുന്നത്. അപ്പോൾ എന്നാലും മുട്ട വറക്കണം. ഇതും പ്രോട്ടീൻ, അതും പ്രോട്ടീൻ. ഇതാ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആയി വന്നു. അധിക നേരം ഒന്നും വേവണ്ട കേട്ടോ. വെള്ളം വറ്റി കഴിഞ്ഞാൽ വാങ്ങാം. ചോറെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മുട്ട പൊരിക്കാൻ പോകുന്നു. കുരുമുളക് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുരുമുളക് പൊടിയിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ഇടും. നല്ലവണ്ണം മിക്സ് ചെയ്യും. നല്ലോണം ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നല്ല ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരും.
എത്ര അടിക്കുന്നോ അത്ര ഫ്ലഫി ആയിട്ട്. അതാണ് ഇതിൻ്റെ കുട്ടൻസ്. അപ്പം കഞ്ഞി വാർക്കാൻ വെച്ചിട്ട് നമുക്ക് മുട്ട വറുക്കാം, അല്ലെങ്കിൽ ചൂടാറി പോകൂലേ. റെഡി. തുറന്നു വെച്ചില്ലേ വെള്ളം പറ്റത്തില്ല. എക്സ്ട്രാ വരുന്നത് എണ്ണയാണ് കേട്ടോ, വെള്ളം ഒഴുകി വരും. അങ്ങനെ നമ്മുടെ കൂൺ കറിയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അതേ നമ്മുടെ കൂൺ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കൂൺ തോരൻ റെഡി, മത്തങ്ങ ചാറ് റെഡി, മുട്ട വറക്കാനായിട്ട് റെഡി. ഇനി കഞ്ഞി വാർക്കുക, മുട്ട വറുക്കുക, ചോറുണ്ണുക. നമ്മുടെ ലഞ്ച് തയ്യാർ. ഫ്ലെയിം ഓഫ്. ഇനി പാത്രമൊക്കെ കഴുകി വെക്കട്ടെ. ഇതാ മുട്ട വെക്കാവേ. പാത്രത്തിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട, മുട്ടയുടെ ഭംഗി മാത്രം നോക്കിയാൽ മതി. എണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്ക്രാമ്പിൾഡ് എഗ്സ് ആണ് കേട്ടോ, കുരുമുളക് ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അല്ല നമ്മൾ മുട്ട പൊരിക്കുന്ന പോലെ അല്ല, പച്ചമുളക് ഉള്ളിയൊക്കെ ഇട്ടുണ്ടാക്കിയാൽ അത് നല്ലതാണ്. ഞാനിത് എളുപ്പപ്പണിയാണ്. മുളക് പൊടി ഇടേണ്ടവർക്ക് മുളക് പൊടി ഇടാം, അല്ലെ കുരുമുളക് പൊടി ഇടാം. പക്ഷെ മുളക് പൊടിയേക്കാളും നല്ലത് കുരുമുളക് പൊടി ഇടുന്നതാണ്. ഇതാ പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. വിനു വന്നിട്ട് വിനുവിനുള്ളത് പൊരിക്കുള്ളൂ, അല്ലെങ്കിൽ തണുത്തിരിക്കും. നമ്മൾ സ്കൂളിലൊക്കെ ചോറ് കൊണ്ടുപോകുമ്പോഴില്ലേ, അതുപോലെ. കുറച്ച് വലിയ കഷ്ണങ്ങളാണെന്നേ ഉള്ളൂ, ചെറുതാക്കണേ ചെറുതാക്കാം. ഓക്കെ. എൻ്റെ ലഞ്ച് ടൈമൊക്കെ കാണിച്ചിട്ട് ഒത്തിരി കാലമായില്ലേ. നമുക്കിന്ന് എൻ്റെ ലഞ്ച് ടൈം കാണാം. തവിയെടുക്കാൻ മടിയാണ്, തവിയെടുക്കാൻ മടിയാണ്. ആവി പറക്കണ ചോറ്. ആഹാ, പിന്നെ എന്തൊരു ഒച്ചയും ബഹളമാണല്ലേ. ആവി പറക്കണ ചോറ്. ഇതാ മത്തങ്ങാക്കറി. കൂൺ തോരൻ, നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്സ്. നല്ലത് അതിങ്ങനെ കുറച്ച്. അപ്പം ഇന്നത്തെ ലഞ്ച് ടൈം ഇങ്ങനെയാണ് കേട്ടോ. മുട്ടയും ഇച്ചിരി കൂണും. അടിപൊളി, അടിപൊളി, സൂപ്പർ ടേസ്റ്റി. മത്തങ്ങാക്കറി എന്നെ രുചിയാണെന്നറിയാമോ? കുറേ നാളായി മത്തങ്ങാക്കറി വെച്ചിട്ട്, അതുകൊണ്ടായിരിക്കും. കൂണ് നല്ല രുചി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. അപ്പോൾ happy lunch time. Bye.